everyone, my name is Harsha and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ലൈലാക് മേക്കപ്പ് ലുക്കാണ് കാണുന്നത്. നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മേക്കപ്പിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് സ്കിൻ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഒരു ടോണർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഫേസിൽ മിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഐ മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഫോളോ ഔട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്യുമ്പോൾ മാറുമല്ലോ. ഐബ്രോസ് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐബ്രോ കിറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ മേബ്ലിൻ ഫിറ്റ് മിയുടെ കൺസീലർ വെച്ചിട്ട് എൻ്റെ ഐലിഡ്സിൽ ജസ്റ്റ് ഒന്ന് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോളോ ഔട്ട് ഉണ്ടെന്ന് തോന്നുന്ന ഐ മേക്കപ്പ് ആണെങ്കിൽ ആദ്യം ഐ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പൊ ഈ കൺസീലർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേ കോക്കിയുടെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കൺസീലർ ക്രീസ് ആവത്തില്ല നമ്മൾ എന്തെങ്കിലും പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഞാൻ കസ്റ്റർ ലാഷസിന്റെ ദാറ്റ്സ് സോ മീ പാലറ്റ് എടുത്തിട്ട് ഈ ഒരു പിങ്ക് കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ബേസ് കൊടുക്കുകയാണ്. കാരണം നമ്മൾ പേർപ്പിൾ ലൈലാക് കളറാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു അണ്ടർനീത്ത് ആയിട്ട് നമ്മൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കണ്ണുകൾ കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ ഈ ഒരു ഡാർക്ക് പേർപ്പിൾ കളർ എടുത്ത് അല്ലെങ്കിൽ ലൈലാക് കളർ എടുത്തിട്ട് ഒരു ഫ്ലാറ്റ് ടോപ്പ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് റഫ്ലി ഒന്ന് നമ്മുടെ ഐലിഡ്സിൽ ഫുൾ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലിഡ്സിൽ അപ്ലൈ ചെയ്യുന്ന കളർ നല്ല ഡാർക്ക് ആയിരിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്ത് അപ്ലൈ ചെയ്യുക, വീണ്ടും എടുക്കുക, വീണ്ടും അപ്ലൈ ചെയ്യുക. ആൻഡ് കുറച്ചൊന്ന് സ്പ്രെഡും കൂടി ചെയ്ത് കൊടുക്കുക. ഒരു സ്ഥലത്ത് മാത്രം ഡിപ്പോസിറ്റ് ചെയ്യാണ്ട് ഫുൾ ഐലിഡ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ അതിലും കൂടി കുറച്ചൊരു ലൈറ്റ് കളർ ലൈലാക് കളർ എടുത്തിട്ട് ഒരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഫുൾ ഐലിഡ്സിൽ ജസ്റ്റ് ഇതൊന്ന് ബഫറിങ് മോഷനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ആ ഒരു എല്ലാ നമ്മുടെ പിങ്കും ഡാർക്ക് പേർപ്പിളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് നല്ല സീംലെസ്ലി ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ലാക്മേയുടെ ആബ്സല്യൂട്ട് പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ജസ്റ്റ് എൻ്റെ നമുക്ക് എവിടെയാണോ പ്രൈമർ യൂസ് ചെയ്യേണ്ടത് ഓയിലി ആവുന്ന പോർഷനിൽ അല്ലെങ്കിൽ പോർസ് ഉള്ള പോർഷനിൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ലാക്മേയുടെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മൾ എത്ര നേരം ഇട്ടാലും അത് പോയില്ല എന്നുള്ളത്. നല്ല കവറേജ് ആണ്. ആൻഡ് ഈ ഒരു ഷെയ്ഡും നമുക്ക് കറക്റ്റ് ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് ഉള്ളത് കാരണം നമുക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഫുൾ ഫേസിലൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാണ്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെ ഒന്നും കട്ട പിടിച്ചിരിക്കാണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഫിറ്റ് മീ കൺസീലർ ആണ് എടുക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഇന്നർ കോർണേഴ്സിലും ഔട്ടർ കോർണേഴ്സിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാണ്. ആൻഡ് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഷാഡോ അപ്ലൈ ചെയ്തല്ലോ, അപ്പൊ അവിടെ നമുക്ക് നന്നായിട്ടൊരു ഈ ഷേപ്പ് രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, ഭംഗിയായിരിക്കും നമ്മുടെ കണ്ണുകൾ കാണാനായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് അത് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ആ ഒരു ലൈറ്റ് പേർപ്പിൾ കളർ എടുത്തിട്ട് എൻ്റെ ലോവർ ലാഷസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. വേറൊന്നും ഞാൻ എൻ്റെ കണ്ണിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പേർപ്പിളിന്റെ ഒരു വൈറ്റ് കാജലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ബ്ലാക്ക് കാജലും പെയർ ചെയ്യാം. പക്ഷെ ഞാൻ വൈറ്റ് ആണ് എടുത്തേക്കുന്നത്. വൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് കണ്ണ് കുറച്ചും കൂടി വിടർന്നത് പോലെ തോന്നും. അത് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് മേബ്ലിന്റെ പുഷപ്പ് മസ്കാരയാണ്. ഫേക്ക് ലാഷസ് ഈ സമയത്ത് വെക്കുന്നവർക്ക് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ കോൺടോർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഫുൾ ഒരു ഗ്ലാം മേക്കപ്പ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോൺടോറിങ് ഒക്കെ ചെയ്യുന്നത്. എൻവൈബിയുടെ കോൺടോറിങ് സ്റ്റിക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ജസ്റ്റ് ഫേസിൽ ചീക്സിൽ മാത്രമേ ഞാൻ കോൺടോർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഷുഗർ കോസ്മെറ്റിക്സിന്റെ ബ്ലഷ് ആണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ചീക്സ് നന്നായിട്ടൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് വരുന്ന ഒരു ബ്ലഷ് ആണിത്. നെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റർ ആണ്. വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഹൈലൈറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഹൈ പോയിന്റ്സിലൊക്കെ നന്നായിട്ടൊന്ന് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
ഇനി ഞാൻ ഈ ഒരു ഹൈലൈറ്റർ തന്നെ ജസ്റ്റ് എൻ്റെ ഇന്നർ കോർണേഴ്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണുകൾക്ക് നല്ലൊരു ഭംഗിയായിരിക്കും. ലാക്മേയുടെ ഫോറെവർ മാറ്റ് എഡിഷനിലെ ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് ഞാനിവിടെ ലിപ്സ് എൻ്റെ ഫില്ലിൻ ചെയ്യാണ്. ഈ ഒരു മേക്കപ്പിൻ്റെ കൂടെ ലൈറ്റ് കളർ ലിപ്സ്റ്റിക് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി പോകുന്നത്, അല്ലെങ്കിൽ കണ്ണും ഭയങ്കര ലിപ്സും ഗ്ലാം ആയി പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ ഒരു ലൈലാക്ക് പേർപ്പിൾ കളർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഇനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ ബൈ.